ആശാനെ നീ പ്രോട്ടീൻ പൗഡർ മേടിച്ചോ? ഇല്ല. ക്രിയാറ്റിൻ മേടിച്ചോ? ഇല്ല. ഇറങ്ങി പോ. ഈ പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും ഒന്നും ഇല്ലാണ്ട് ബോഡി വെക്കത്തില്ലെന്നേ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ജിം ട്രെയിനറോ ഒരു ജിം ബ്രോയോ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? ഇനി കാര്യത്തിലോട്ട് നടക്കും. ശരിക്കും ഈ പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം, അത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്രോട്ടീൻ പൗഡർ ഇത് വെറും ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് മാത്രമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് ഹോൾ ഫുഡ്സിൽ നിന്ന് എടുക്കാൻ മാക്സിമം നമ്മൾ നോക്കണം. ചിക്കൻ, ഫിഷ്, ബീഫ്, എഗ് ഇതിലെല്ലാം ഇതുണ്ട്. എന്നിട്ടും നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടേ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പാടുള്ളൂ. ഇനി ക്രിയാറ്റിൻ ഇതൊരു മാജിക് പില്ലല്ല. റൈറ്റ് ഡോസേജിൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഹെഡേക്ക്, ബ്ലോട്ടിങ്, കിഡ്നി ഇഷ്യൂസ് അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും എടുത്താൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മുതൽ 3 വർഷം വരെ നിങ്ങൾ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ടൊരു നല്ല ഫിസിക് ബിൽഡ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ സപ്ലിമെൻറ്റ്സ് എടുത്താൽ മതി. ഇതേപോലുള്ള ഫിറ്റ്നസ് ടിപ്സിനും ഗൈഡൻസിനും വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കും.